നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഇവിടെ എറണാകുളത്ത് ക്യൂസാറ്റിൽ ഒരു ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് കേരളം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാകും എന്നാണ്. അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഇത് ശരിയാകുമോ? ഇത് ഫലിക്കുമോ? അദ്ദേഹം പറഞ്ഞത് നടക്കുന്ന കാര്യമാണ്? അല്ല, എനിക്ക് പിണറായി വിജയൻ നല്ലൊരു തമാശക്കാരനാണെന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. ആ. അതൊരു വലിയ തമാശക്കാരനെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കാരണം വിദ്യാഭ്യാസ രംഗത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാത്തൊരു മന്ത്രിസഭയാണത്. അത് നമുക്ക് വളരെ വ്യക്തമാണ്. ശരിക്ക് ആരൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഉന്നത വിദ്യാഭ്യാസത്തിന് മന്ത്രി, സാധാരണ വിദ്യാഭ്യാസത്തിന് വേറൊരു മന്ത്രി. ഈ മന്ത്രിമാരുടെ പാരമ്പര്യം എന്താണ്? അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണ്? അവർ വിദ്യാഭ്യാസ പാരമ്പര്യം എന്താണ്? അവരുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ എന്താണ്? ഇത്രയും അബദ്ധ പഞ്ചാംഗങ്ങൾ മാത്രം വച്ച് വിളമ്പുന്ന വേറെ മന്ത്രിമാരുണ്ടോ? അത്രയും നിലവാരം കുറഞ്ഞ ആളുകൾ മന്ത്രിയാക്കിയിട്ട് ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കും കേരളം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധ ഭോഷ്കാണ്. അതിനെ തമാശ എന്ന് വിളിക്കുന്നത് പോലും തമാശയാണെന്നാണ് എൻ്റെ അനുഭവം. ഒരു കാരണവശാലും കേരളം ഹബ്ബാവാനായിട്ടുള്ള ഒരു സാധ്യതയില്ലെന്നേ. ഇതിന് പല കാരണമുണ്ട്. കേരളത്തിൽ നിന്ന് ആരാ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം പിണറായി വിജയന്റെ പ്രശ്നം അവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്. അതെ, കേരളത്തിൽ ഏകദേശം വിദ്യാർത്ഥികൾ മിക്കവരെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. ആ നമ്പർ പോലും ആരും സർക്കാരിന്റെ കൈവശമില്ല. +2 വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കുട്ടികളോട് പുറത്തേക്ക് പോവാണ്. അവർ കാനഡയ്ക്ക് പോകുന്നു, UK പോകുന്നു, US പോകുന്നു, ആസ്ട്രേലിയക്ക് പോകുന്നു, ന്യൂസിലൻഡിലേക്ക് പോകുന്നു. ലോകത്തിൽ ഏതൊക്കെ രാജ്യമുണ്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭൂപടത്തിൽ കാണുന്ന സകല രാജ്യങ്ങളിലേക്കും കേരളത്തിലെ ചെറുപ്പക്കാർ പോകത്തക്ക രീതിയിലുള്ള വീടിരിക്കുന്ന വസ്തു പണയം വെച്ചും അമ്മയുടെ ആഭരണങ്ങൾ വിറ്റും ഒക്കെയാണ് പല കുട്ടികളും പുറത്തേക്ക് പഠിക്കാൻ. ഇപ്പോൾ അത് മാത്രമല്ല, കേരളത്തിന് പുറത്തേക്ക് ബാംഗ്ലൂരും ചെന്നൈയും എന്തിന് ഉത്തരേന്ത്യയിൽ പോലും പഠിക്കാൻ പോയ ഒരുപാട് കുട്ടികളുണ്ട്. ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളുടെ ബാങ്കുകൾ, കേരളത്തിലെ ബാങ്കുകളുടെ കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ബാങ്കുകൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഇപ്പോൾ ഹോം ലോൺ അല്ല, വിദ്യാഭ്യാസം. അവർ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് വിദ്യാഭ്യാസ ലോണാണ്. 10, 15, 20 ലക്ഷം രൂപ വരേക്ക് ലോൺ കൊടുത്തുകൊണ്ട് അവിടുന്ന് ലോണൊക്കെ എടുത്ത് കിടപ്പാടം വരെ വിറ്റുകൊണ്ട് പണയം വെച്ചുകൊണ്ട് ലോൺ എടുത്തുകൊണ്ട് അന്യ നാടുകളിലേക്ക് പോകുന്ന ആളുകൾ. അതിൽ പലരുടെയും അവസ്ഥ പോലും വളരെ ദയനീയമാണ്. അങ്ങനെ അയച്ചത് പ്രധാനമായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പാണ്. അവർ നിഷ്ക്രിയത്വമാണ്, അവർ കഴിവുകേടാണ്. പിന്നെ കേരളം എന്തിന്റെ ഹബ്ബാകുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്ന അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ ഹബ്ബാക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. മയക്കുമരുന്നിന്റെ ഹബ്ബായിട്ട് കേരളത്തിൽ മാറ്റാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തനം വളരെ ധാരാളമാണ്. നിലവിൽ അങ്ങനെയൊക്കെയാണെന്നാണ് കേൾക്കുന്നത്. മയക്കുമരുന്നിന്റെ ഹബ്ബാക്കി മാറ്റാം, തീവ്രവാദത്തിന്റെ ഹബ്ബാക്കി മാറ്റാം. അതിനൊക്കെ വളരെ എളുപ്പമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. കാരണം കാര്യമായിട്ട് യാതൊരു പണിയെടുക്കേണ്ട ആവശ്യമില്ല. അല്ല, അദ്ദേഹത്തിന് നിലവിൽ അത് തന്നെയാണ്. ഏകദേശം ആ തരത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കാണ് അദ്ദേഹത്തിന് വഹിക്കാനുള്ളത്. അങ്ങനെ ഒരുപാട് സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള എല്ലാ കേന്ദ്രത്തിൻ്റെയും ഹബ്ബായിട്ട് കേരളം മാറ്റിയിട്ടുണ്ട്. നിഷ്ക്രിയമായിട്ടുള്ള പോലീസിൻ്റെ കേന്ദ്രമായിട്ട് കേരളം മാറ്റിയിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം പിണറായി വിജയൻ്റെ നടപടികളാണ്. അദ്ദേഹത്തിന്റെ നടപടികളുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കലും കേരളത്തിന്റെ വികസനം അദ്ദേഹത്തിന്റെ ടാർഗറ്റിലേ വരുന്നില്ല. അങ്ങ് പറഞ്ഞതിൽ എനിക്കൊരു സംശയം കൂടെ ചോദിക്കാനുണ്ട്. അതായത് ഇപ്പോൾ വിദേശ സർവകലാശാലകളെ ഇവിടെ അവർക്ക് പ്രവർത്തനാനുമതി കേരളത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് സർക്കാർ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇവിടേക്ക് പല വിദേശ സർവകലാശാലകളുടെയും കോഴ്സുകൾ കടന്നു വരിക, ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനായിട്ടും അല്ലാതെയും ഒക്കെ വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്നത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇതിൻ്റെ പേരിൽ ഇങ്ങനൊരു ചർച്ച വെച്ചതിൻ്റെ പേരിൽ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനെ പട്ടാപ്പകൽ പോലീസ് അടക്കം നോക്കി നിൽക്കെ അദ്ദേഹത്തിന്റെ കാരണം അടിച്ചു പോവുകയായിരുന്നു. അറിയാലോ, ടി പി ശ്രീനിവാസന്റെ സംഭവം കേരളത്തിൽ ആരും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ പോലെ തന്നെയുള്ള ഒരു വിദ്യാഭ്യാസ രംഗത്തെ ഒരു ഉന്നതനായിരിക്കുന്ന ഒരു വ്യക്തിയെ, ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും മികച്ച ഡിപ്ലോമാറ്റിനെ ഇതേപോലെ തന്നെ പരസ്യമായിട്ടുള്ള SFIക്കാർ ആക്രമിച്ചത് അതിന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടാണല്ലോ. അല്ല, അതേ SFIക്കാരൊക്കെ തന്നെയല്ലേ ഇപ്പോഴും അതേ സിദ്ധാന്തവും അതേ പ്രവർത്തന പാരമ്പര്യമൊക്കെ തന്നെയല്ലേ ഇപ്പോഴും SFI തുടരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. SFIയുടെ അക്രമ രാഷ്ട്രീയമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിന്റെ പതനത്തിന്റെ മുഖ്യമായിട്ടുള്ള കാരണം. അതാണ് ശരിക്ക്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? 60, 40, 30, 40 വയസ്സ് പ്രായമുള്ള SFIയുടെ നേതാക്കന്മാര് കലാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കലാലയത്തിലെ കലാപത്തിന്റെ കെട്ടഴിച്ചുവിടുകയാണ്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്തെ അവരിങ്ങനെ തകർത്ത് മണ്ണോട് മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് ഇത് ഞങ്ങളൊരു ഹബ്ബാക്കി മാറ്റാൻ പോവാന്ന്. ഈ പറയുന്ന കാര്യമൊന്നും യാതൊരു ഗൗരവമായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഒരു ഗൗരവ വിഷയത്തിനകത്തില്ല. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നില്ല. ഇതിനുവേണ്ടിയുള്ള പഠനം നടന്നിട്ടില്ല. ആ പഠനത്തിന്റെ റിപ്പോർട്ട് അദ്ദേഹം ആദ്യം ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരട്ടെ.
എങ്ങനെയാണ്, ഏത് കാര്യത്തിലാണ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏത് മേഖലയിലാണ് അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്നത്? അതിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് ഹയർ എഡ്യൂക്കേഷനിൽ മാത്രമാണ് കൊണ്ടുവരാൻ പോകുന്നത്? ആരോഗ്യരംഗത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ടെക്നിക്കൽ മേഖലയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സാമ്പത്തിക രംഗത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഏത് മേഖലയിലാണ് പിണറായി വിജയൻ കേരളത്തെ ഹബ്ബായിട്ട് മാറ്റാൻ പോകുന്നതെന്ന് അദ്ദേഹം തീരുമാനിച്ചെന്ന് അദ്ദേഹം പറയേണ്ടതുണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു നീക്കമുള്ളതായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ അങ്ങ് പറഞ്ഞതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇവിടുത്തെ പല ട്രസ്റ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ. അവരൊക്കെ അവരുടെ പല ഫാക്കൽറ്റികളെയും വിദേശത്തേക്ക് പരിശീലനത്തിന് അയച്ചിരിക്കുകയാണ്. അതായത് അവർ ആ പരിശീലനം നേടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വിദേശ സർവകലാശാലകളുടെ കോഴ്സുകൾ കൂടെ നടത്താമെന്നാണ്. അത് ഒരു നല്ല കാര്യമല്ലേ വാസ്തവത്തിൽ? ഇത് നല്ല കാര്യമാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന ചില കാര്യങ്ങളാണ്. അത് ഏകദേശം പറഞ്ഞാൽ 1957 ഇറങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ലുണ്ട്. ആ ബില്ല് വന്ന സമയത്ത് നമ്മൾ ധരിച്ചു കേരളത്തിൽ വിദ്യാഭ്യാസ രംഗം മുഴുവൻ കേരളങ്ങളെ ഏറ്റെടുക്കാൻ പോകണം. ഇപ്പം പള്ളിക്കാരനെല്ലാം അവരെല്ലാം ഇപ്പം ആഫീസ് കൂട്ടിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല മുഴുവൻ സർക്കാർ പിടിക്കും. എയ്ഡഡ് മേഖല എത്തിച്ചത് അന്നാണ് 1957 മുണ്ടശ്ശേരി മാഷിന്റെ ബില്ല് കൊണ്ടുവന്നത്. ഈ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ എയ്ഡഡ് മേഖലയിൽ എത്തിക്കാനുള്ള ശ്രമമായിരുന്നു. സർക്കാർ നമ്മൾ ധരിച്ചത് ഇത് ദേശസൽക്കരിക്കാൻ നമ്മൾ ധരിച്ചത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അനുഭവം ഉണ്ടായത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രധാനപ്പെട്ട ഏകദേശം കേരളത്തിലുണ്ടായിരുന്ന 15,000-ഓളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഏറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെട്ടത് മുണ്ടശ്ശേരി മാഷിന്റെ ആ വിദ്യാഭ്യാസ ബില്ലിന്റെ ഭാഗമായിട്ടാണ്. ഇന്ന് മാത്രമല്ല, ഇന്ന് ശമ്പളം മുഴുവൻ സർക്കാർ നില കൊടുക്കണത്. മുഴുവൻ സർക്കാർ ശമ്പളം കൊടുക്കുക, നിയമനം മുഴുവൻ മാനേജ്മെന്റ് നടത്തുക, മാനേജ്മെന്റ് കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൂടി ഉണ്ടാക്കുക. സമാനമായുള്ള രീതി തന്നെയാണ് ഇപ്പോൾ വിദേശത്തേക്ക് അയച്ചിരിക്കുന്ന ഫാക്കൽറ്റീസ് ഉണ്ടാവുന്നത്. ഇവർ വിദേശത്ത് പോയിട്ട് പഠിച്ചു വരിക, ഇവർ കേരളത്തിൽ വന്നിട്ട് അവർ പഠിപ്പിക്കുക. ആ പഠിപ്പിക്കുന്ന ആളുകൾ വലിയ ഫീസ് വാങ്ങിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ കുട്ടികളോട് പറയും, നിങ്ങൾ 15 ലക്ഷം മുടക്കിയിട്ട് നിങ്ങൾ US-ലേക്കും UK കാനഡയിലേക്കൊക്കെ പോയി അവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല, ഒരു 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ കേരളത്തിൽ നിങ്ങളെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് കേരളത്തിൽ പഠിപ്പിക്കുവാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണത്. ഇത് കേരള സർക്കാരും മൈനോറിറ്റി ചില ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള സംഘടിതമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലം തന്നെയാണത്. ഇതിനൊരിക്കലും വിശ്വസിക്കാൻ നിവൃത്തിയില്ല. പറഞ്ഞ വിദ്യാഭ്യാസ കൊള്ളയും വിദ്യാഭ്യാസ കച്ചവടവുമാണ്. വിദ്യാഭ്യാസ കൊള്ള തന്നെയാണത്. വിദ്യാഭ്യാസ കച്ചവടം നേരത്തെ നടത്തി കഴിഞ്ഞു, ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയാണ്. ഈ കൊള്ളയിലാണ് കേരളത്തില് വിദേശ സർവകലാശാല, ഏത് സർവകലാശാലയിൽ നിന്ന് ഇവർ കൊണ്ടുവരാൻ വേണ്ടി പോണത്? UK നിന്നാണ് കൊണ്ടുവരാൻ പോണത്. UK അക്കാദമിക് ക്വാളിഫിക്കേഷൻ എന്താ? +2 അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ UK പോയിട്ട് എന്തായിരുന്നു ഒരു പാർട്ട് ടൈം ജോബ്? എന്തായിരുന്നു? പെട്രോൾ ബങ്കിൽ ജോലിയാണ്. ഇപ്പൊ ജോലി കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. എന്താ കിട്ടാതിരിക്കാൻ കാരണം? അവിടെ സായിപ്പുമാർ ഇപ്പൊ ആവണിക്കാൻ പോണേ. കാരണം സായിപ്പിന്റെ വിദ്യാഭ്യാസം എത്രയാണ്? സായിപ്പിന്റെ ആവറേജ് വിദ്യാഭ്യാസം പറഞ്ഞാൽ +2 മാത്രമാണ്. ആ സ്ഥലത്തേക്കാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ കേരളത്തിൽ നിന്ന് പോണത്. അവർ എന്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്? എന്നിട്ട് അവിടെ പോയിട്ടാണ് ഇവർ പോയിട്ട് എക്സ്പെർട്സ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഫാക്കൽറ്റീസ് പോകുന്ന UK-ലേക്കും US-ലേക്കൊക്കെയാണ്. അവരുടെ അക്കാദമിക് ക്വാളിഫിക്കേഷനും ഇന്ത്യയെക്കാളും മെച്ചപ്പെട്ട നിലവാരമൊന്നുമല്ല. അവർ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് ഇതിന്റെ ഭാഗം മാത്രമാണ്. ഇതുകൊണ്ട് കേരളത്തിന് വിദ്യാഭ്യാസ രംഗത്തിന് ഒരു ഉയർച്ച ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അത് പിണറായി വിജയനും അറിയാം. പിന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഈ വിദേശ സർവകലാശാലയെ ക്ഷണിച്ചിരിക്കുന്നത്? ഇത് വെറുതെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് പറഞ്ഞ് നമുക്കങ്ങനെ ഒഴിയാൻ സാധിക്കുമോ? എന്തായാലും നമ്മുടെ അക്കാദമിക് രംഗം വളരെയധികം താഴോട്ട് പോയിരിക്കുകയാണ്. ഇതിനെ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരേണ്ട കടമ സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കില്ലേ? ആ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ലേ? അല്ല, ഉദ്ദേശം എന്ന് പറയാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾ മന്ത്രിമാരാക്കിയനെ. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എടുത്തു നോക്കൂ, ഏത് മന്ത്രിയാണ് കഴിവ് തെളിയിച്ചിട്ടുള്ള ആള്? അല്ല, അത് ശരിയാണ്. കാശ് കൊള്ളാത്ത ചില ആളുകൾ പിടിച്ച് മന്ത്രിമാരാക്കുക. വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? അദ്ദേഹത്തിന് 4 അക്ഷരം തികച്ചു വായിക്കാൻ വേണ്ടി അറിയാമോ? അദ്ദേഹത്തിന് 9,000 ആണോ 9,000 എന്ന് പറയാനായിട്ട് അറിയാൻ പാടില്ലാത്ത ആള് കേരളത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആള്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വകുപ്പ് മന്ത്രിയുടെ അവസ്ഥ എന്താ? ഒരു കോളേജിൽ പോലും വൈസ് പ്രിൻസിപ്പൾ ആവാൻ യോഗ്യതയില്ലാത്തൊരു സ്ത്രീ, അവർ കേവല രാഷ്ട്രീയത്തിന്റെ പേരിൽ അവർ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാവുന്നു. അതല്ലേ കേരളത്തിൽ സംഭവിച്ചത്? അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തെ തകർത്തെറിഞ്ഞതിൽ വലിയ പങ്കുള്ളത് ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പാരമ്പര്യമാണ്, അവരുടെ രാഷ്ട്രീയ സ്വഭാവമാണ്, അവരുടെ ചെയ്തികളാണ് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം. അതിനെ വെള്ളപൂശാനായിട്ട് ഇന്ന് പിണറായി വിജയൻ എന്നല്ല ആര് ശ്രമിച്ചാലും നടക്കുന്ന എനിക്ക് തോന്നണില്ല.
അത് കേരളത്തിന് വലിയ പതനത്തിലേക്കാണ് പോകാൻ പോകുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാർക്കറിയാം. പക്ഷേ അവരെ സംബന്ധിച്ച് അവർ വലിയൊരു ഒരു ഒരു ദുരിത കയത്തിലാണ് അവർ വന്ന് പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറെ മോശമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരിക്കൽ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു, ഇവിടെ ഇന്ന് ഹയർ എഡ്യൂക്കേഷൻ അഡ്മിഷൻ കിട്ടിയ പ്രശ്നമേ അല്ലപ്പാ, ആർക്ക് വേണമെങ്കിലും കിട്ടും. അത്ര മോശമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ മലയാളികൾ ഡൽഹി പോയി ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ JNUയിലോ ഒരു എൻട്രൻസ് എഴുതിയാൽ വിജയിക്കുന്നില്ല. അതാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം 2 പേര് അവിടെ നിന്ന് പോയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പോയിട്ട് ജയിച്ചത്. അവിടെ എൻട്രൻസിൽ 2 പേർക്കാണ് സെലക്ഷൻ കിട്ടിയത്. ഇതിന് ഉന്നത പ്രാവശ്യം 278 പേർക്ക് കിട്ടിയ സ്ഥലത്താണ് കഴിഞ്ഞ വർഷം കേവലം 2 പേർക്കാണ് കിട്ടിയത്. അങ്ങനെ കിട്ടാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാൻ പാകത്തിനുള്ളൊരു കോപ്പ് കേരളത്തിലെ കുട്ടികളുടെ കൈവശമില്ല. അവരുടെ അവസ്ഥ വളരെ ദയനീയമായി കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ മന്ത്രിമാർ ചേർന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം. എന്തായാലും നമുക്ക് ഈ ഹബ്ബാകുമോ, എന്തിൻ്റെ ഹബ്ബാകും, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാകുമോ അതോ മറ്റു വല്ലതിൻ്റെയും ഹബ്ബാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഈ സർവകലാശാലകൾ മുഴുവനും രാഷ്ട്രീയവൽക്കരിച്ച് അവിടെ തങ്ങളുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റി സർവത്ര വിദ്യാഭ്യാസ രംഗത്ത് അടിമുടി തകർച്ചയെ നേരിടുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ച ഈ കേരളത്തിലെ മാറി മാറി ഭരിച്ച സർക്കാരുകൾക്കെല്ലാം എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. എന്തെങ്കിലും മാറ്റം വരുന്ന കാലത്ത് ഉണ്ടാകുമോ എന്ന് നോക്കാം. ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ മാറേണ്ടതുണ്ട്. എന്തായാലും വിദേശ സർവകലാശാലകളൊക്കെ കടന്നു വരികയാണെങ്കിൽ നല്ലതാണത്. പക്ഷേ അത് എത്രത്തോളം അതിനെ നമ്മൾ സ്വാഗതം ചെയ്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. അതിനൊരു കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല. ഒരു കൃത്യമായുള്ള ഉത്തരം തരാൻ ഈ സർക്കാരിനെ സംബന്ധിച്ച് സാധ്യമേ അല്ല. സംശയമില്ല കാര്യത്തിൽ. നന്ദി. ശരി, നമസ്കാരം.